ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാധാരണ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമ്പോൾ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്നത് നന്നായിരിക്കും. ഞാൻ എപ്പോഴും ടു ഡു ലിസ്റ്റൊന്നും എഴുതാറില്ല കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്ന ഡേയ്സ് മാത്രം ഇതേപോലെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കുളിക്കണം, പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, പുറത്ത് പോകാനുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഒരു ഡെസ്ക് കലണ്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി, പിന്നെ ജേണൽ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ആദ്യം ക്ലീൻ ആക്കുന്നത് ഈ ഒരു ടേബിൾ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ഒരു ബുജോ സെറ്റപ്പ് ചെയ്തല്ലോ ജനുവരി മന്തിനും വേണ്ടിയിട്ടുള്ള. അപ്പോൾ അന്ന് കുറേ ചെയ്തതിൻ്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ടിക്കേനി. പിന്നെ അത് ക്ലീനൊന്നും ആക്കിയിട്ടില്ല. ഒന്നായിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി അങ്ങനെ ഇട്ടത്. അപ്പോൾ ഈ ഒരു ടേബിളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. വിഷൻ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അപ്പം ആ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് അത്ര വലിയ വൃത്തിക്കേടൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു റൂമിലല്ല കിടക്കാറൊന്നും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വേസ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്നുണ്ട് ചില ടൈമിലൊക്കെ ചെയ്യും, അല്ലാത്ത ടൈമിൽ പിറ്റത്തെ ഡേ ഒക്കെ ആയിട്ടൊക്കെയാണ് ക്ലീൻ ആക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഈ ഒരു ടേബിളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഈ റൂമിൽ തന്നെ ഒരു കോർണറിലായിട്ട് നമ്മൾ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് ഒരു മേക്ക് ഓവർ കൊടുത്തിനിയല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് അതിലെ പോസ്റ്റേഴ്സൊക്കെ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് പൊറിനോടത്തോളം പോന്നോട്ടെ, എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കാമെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുമ്പോൾ നല്ല രീതിക്ക് കുറച്ച് കട്ടിയിൽ തന്നെ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഫസ്റ്റൊക്കെ ഒട്ടിച്ചത് അത്ര കണ്ടെടുത്തിട്ടൊന്നുമില്ല, പിശുക്കൊക്കെ ഇനി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വാളെന്ന് പറയുന്നത് കുറച്ച് ടെക്സ്ചർ ടൈപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് അത്ര സ്റ്റിക്കായിട്ടാണ് നിൽക്കാത്തത്. ഇനിയും പോരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കാമെന്നാണ് പ്ലാന്. ഇപ്പം എന്തായാലും ഇങ്ങനെ ഒന്നും കൂടി ആ ഒരു ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മേക്ക് ഓവർ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടേനി കേട്ടോ. ഇതൊരു എനിമി പോസ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി. ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേലായിട്ട് ഇങ്ങനത്തെ ഹൂക്കും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചിട്ട് വേണം നമ്മളവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഇനിയല്ലോ ആ ഒരു ലീഫ് ഇതുമൊക്കെ ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാൻ. അത് ഞാൻ അവിടെ ഒരു ടാപ്പ് വെച്ചിട്ട് ഇനി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടാപ്പൊക്കെ പറഞ്ഞു പോന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു ഹൂക്കും കൂടി വെച്ച് കൊടുക്കാമെന്ന്. ഓൾറെഡി 2 സൈഡിലായിട്ട് 2 വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ ഈ ഒരു ലീഫ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൂം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള 2 കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി ഉണ്ട്. ഈ ഒരു പോട്ട് ഞാൻ കുറേ മുന്നേ മേടിച്ചിട്ടുള്ളത്. ഇനി 250 അങ്ങനെ സംതിങ് എന്തോ ആയത്. ഇനി കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ തോന്നിയിട്ട് മേടിച്ചത്. ഇനി ഒരു കിണർ ഷേപ്പിലാണ് ഈ ഒരു പോട്ടിൻ്റെ ഒരു ഷേപ്പ്, ആ ഒരു മോഡൽ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിന് പ്ലാന്റൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇതിൽ മണ്ണ് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതിലിങ്ങനെ ലീഫൊക്കെ ഇട്ട് വെക്കാമെന്ന്. അപ്പോൾ പോത്തോസിൻ്റെതാണ് ഞാൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തേത് റിമൂവ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ചട്ടിയിലും ഞാൻ കുറച്ച് വേറൊരു വെറൈറ്റി പോത്തോസേ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ മണ്ണിൽ വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് വലിയൊരു ഉഷാറില്ല. അപ്പോൾ ഞാൻ അതും കൂടെ വെള്ളത്തേക്ക് ആക്കിയിട്ട് ആ ഒരു ചട്ടിയിൽ വേറെ കുറച്ച് പോത്തോസിൻ്റെത് കുറച്ച് വലുതാക്കിയിട്ട് ഒന്ന് വെക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിപ്പം അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിഞ്ഞ ഒരു ക്ലാൻ്റെ ഒരു മഷ്റൂമേനെ നമുക്കിങ്ങനെ പോട്ടിലൊക്കെ ഡിസൈനൊക്കെ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് കുറച്ച് വൈറ്റ് കല്ലും കൂടി ഇട്ട് അതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ റൂം ക്ലീനിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കാണ്. നമുക്ക് നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ബുജോ സെറ്റപ്പ് ചെയ്തപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പേപ്പർ വേസ്റ്റും ഒക്കെ ഉണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഫുള്ളാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടേനി, ഒരു ബോക്സ് വന്നിട്ടുണ്ടേനി. പിന്നെ നമുക്ക് അതിലെന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് വന്നിട്ട് സെലസ്റ്റ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. നമുക്കപ്പോൾ എന്തായാലും ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കാണുന്നുണ്ടാവുക ഗേൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗേൾസിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവണ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പം ഇതേപോലെ ഫസ്റ്റ് തന്നെ ഒരു താങ്ക് യു കാർഡ് ഉണ്ട്. പിന്നെ അതിലുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. മൊത്തത്തിൽ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു എസ്തറ്റിക് വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് സാധനങ്ങളൊക്കെ കാണാൻ. ഇതൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. ഈ ഒരു ബോ ക്ലിപ്പിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. പിന്നെ ക്രാബ് ഉണ്ട്, ക്രാബൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇങ്ങനത്തെ ക്രാബ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് മുടി കെട്ടാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചില ആൾക്കാർ അത് കൈമലൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈൻ്റെ ക്രാബും കൂടി ഉണ്ട്. ഇനി നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. ഇത് വന്നിട്ട് ചൈനീസ് സ്റ്റിക്കാണ്, നമുക്ക് മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഇതേപോലത്തെ ഒരു മിനി ഒരു ഗ്രേപ്പിൻ്റെ കമ്മലും കൂടി വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ സെലസ്റ്റ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് DM ചെയ്താൽ മതി. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം കൂടി ചെയ്ത് കുളി. അന്ന് പിന്നെ അങ്ങനെ കുളിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ പനിയായി, ജലദോഷമായി, വയ്യാതായി. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. കുളി കഴിഞ്ഞാൽ ചൂടുള്ള എന്തെങ്കിലും കുടിക്കണം എന്നാണല്ലോ. അപ്പോൾ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ ബൂസ്റ്റ് റെഡിയായി. ഇനി ഇത് കുടിക്കാം കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ റൂം ക്ലീനിങ് ചെയ്യുന്നതിൽ കുറേ ടൈം അങ്ങനെ പോയി. ഇനി ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ജേണൽ ചെയ്യണം, പിന്നെ ഒരു മിനി കലണ്ടർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി ടാബ്ലറ്റ് കലണ്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല. സാരമില്ല, ഇനി പിന്നെയും ചെയ്യാമല്ലോ. പുറത്ത് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ മെയിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇനി ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇതേപോലെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടേനി. അപ്പം ഞാനും എൻ്റെ ഇത്താത്തയും കൂടിയൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് നോക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ബുക്ക് സ്റ്റാൾക്കേനി. അവിടുന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിക്കാണ്ടേനി. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു കുറുമിൻ്റെ പെന്ന് കണ്ടത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ തോന്നി. മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് തോന്നി അതൊക്കെ ഭയങ്കര ചെറിയ കുട്ടികൾ യൂസ് ചെയ്യണതല്ലേ എന്ന്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഭയങ്കര നൊസ്റ്റു ഫീൽ തോന്നിയിട്ടുള്ള നമ്മളെ ബാലരമയും കളിക്കുടുക്കൊക്കെ കാണുന്നത് കേട്ടോ. കുറേ മുന്നൊക്കെ വായിച്ചതാണ്. പണ്ടൊക്കെ എല്ലാ ലക്കം വായിക്കലുണ്ടെങ്കിലും ഇപ്പം പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം കണ്ടപ്പോൾ എന്തായാലും ഒരു നൊസ്റ്റു ഫീലൊക്കെ തോന്നി. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. ഇനി ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടേനി എന്നൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ബുജോ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പിൽ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടേനി ചോദിച്ചാൽ ഭയങ്കര ഹാപ്പി ഒന്നുമല്ല, എന്നാൽ ഭയങ്കര സാഡും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു ഹാപ്പി. അതുകൊണ്ട് ഞാൻ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ കുറേ ആൾക്കാരൊക്കെ. പിന്നെ നമ്മൾ ഹാബിറ്റ് ട്രാക്കർ, അതിൽ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ചെയ്തത് എന്തൊക്കെയാണ് അവിടെയൊക്കെ ഒന്ന് ഒരു റെഡ് കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ബുജോ സെറ്റപ്പിൻ്റെ ഒരു ലോങ് വീഡിയോ ജാനുവരി മന്തിൻ്റെത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടു നോക്കുക. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2025 ബുള്ളറ്റ് ജേർണൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും പിന്നെ അതിൽ നമ്മൾ ജനുവരിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.